നമസ്കാരം. സാക്കരി റൈസ് പ്ലസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് RH സിസ്റ്റം ആണ്. അപ്പൊ RH എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്താണ്? റീസസ് ഫാക്ടർ ആണ് RH. അപ്പോൾ RH ഉള്ളതനുസരിച്ചാണ് നമ്മളുടെ ബ്ലഡ് A നെഗറ്റീവ് ആണോ A പോസിറ്റീവ് ആണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്നിരുന്നാലും നമുക്ക് RH പറ്റി പഠിക്കാം. അപ്പോൾ RH എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ RH ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു മങ്കിയുടെ ബ്ലഡിൽ പ്രസന്റ് ആയിരിക്കുന്ന ഒരു ഫാക്ടർ നമുക്ക് കിട്ടിയതാണ്. ഓക്കെ, ആ മങ്കിയുടെ പേര് റീസസ് മങ്കീസ് എന്നാണ്. അപ്പൊ ഈ റീസസ് മങ്കീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബയോമെഡിക്കൽ റിസർച്ചിനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന ഒരു നോൺ ഹ്യൂമൻ പ്രൈമേറ്റ്സ് ആണ് റീസസ് മങ്കീസ്. അപ്പൊ ഈ റീസസ് മങ്കീസിനെ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നതനുസരിച്ച് ചെയ്തപ്പോ 1937 ഇവരെന്ത് ചെയ്യുന്നത്, ഈ ബ്ലഡ് സെല്ലിന് വേണ്ടിയിട്ട് ഈ ഒരു RH ഫാക്ടറിന് വേണ്ടിയിട്ട് ഒരു കാര്യത്തിന് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ മങ്കീസിൽ നിന്ന് അല്ലെങ്കിൽ മങ്കിയുടെ ബ്ലഡിലുള്ള ഒരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ആ മങ്കിയുടെ പേരായിട്ടുള്ള റീസസ് എന്ന് പറയുന്ന ഒരു കാര്യം എടുത്ത് എവിടെ ഇട്ടു, ഈ റീസസ് ഫാക്ടറിന് കൊടുത്തു. അങ്ങനെയാണ് RH എന്ന് ഒരു ഷോർട്ട് ഫോമിൽ റീസസ് ഫാക്ടർ മാറുന്നത്. അപ്പൊ ഈ RH അല്ലെങ്കിൽ ഈ റീസസ് ഫാക്ടറിനെ കണ്ടുപിടിക്കുന്ന സയന്റിസ്റ്റുമാര് രണ്ടുപേരാണ്. ഒരാള് L. ലാൻഡ്സ്റ്റൈനറും അടുത്ത ആള് AS. വെയ്നറും. ഓക്കെ, രണ്ട് സയന്റിസ്റ്റുമാരുടെ പേര് പഠിച്ചോളുക. ലാൻഡ്സ്റ്റൈനർ ആൻഡ് വെയ്നർ 1940 എന്ത് കണ്ടുപിടിക്കുന്നത്, ഈ RH ഫാക്ടർ അല്ലെങ്കിൽ റീസസ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ റിസർച്ച് ചെയ്ത സമയത്ത് മങ്കിയിലെ നമ്മുടെ റീസസ് മങ്കി എന്നുള്ള ബ്ലഡിന്റെ കുറച്ച് സാമ്പിൾ എന്ത് ചെയ്തു, ഈ ഒരു റാബിറ്റിലേക്ക് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് റാബിറ്റിന്റെ ബ്ലഡ് സിറത്തിൽ ഒരു റിയാക്ഷൻ ഉണ്ടായി, ഒരു ആന്റിജൻ റിയാക്ഷൻ ഉണ്ടായി. ആ ആന്റിജൻ റിയാക്ഷനിൽ നിന്നാണ് എന്ത് സംഭവിച്ചത്, റീസസ് ഫാക്ടറിന്റെ കണ്ടുപിടുത്തം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ RH എന്ന് പറഞ്ഞാല് ഡി ആന്റിജൻ ആണ്. നമുക്ക് ആന്റിജൻ അനുസരിച്ചാണല്ലോ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 2-3 ക്ലാസ്സുകളിൽ നിങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ട് ഈ ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റിയിട്ട്. അപ്പൊ അതിനകത്തൊക്കെ പറഞ്ഞു A ആന്റിജൻ ഉള്ളവര് ബ്ലഡ് ഗ്രൂപ്പ് A ആവും, B ആന്റിജൻ ഉള്ളവര് ബ്ലഡ് ഗ്രൂപ്പ് B ആവും, രണ്ടുമുള്ളവർ എന്താവും AB ഗ്രൂപ്പ് ആവും, ഒന്നുമില്ലാത്തവര് O ഗ്രൂപ്പ് ആവും എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡി ആന്റിജൻ പ്രസന്റ് ആയിരിക്കുന്നവരെയാണ് നമ്മൾ RH ഫാക്ടർ ഉള്ളവരെന്ന് പറയുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ RH എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റീസസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ്. പക്ഷെ നമ്മൾ അത് RH എന്ന് പറഞ്ഞൊരു ബ്ലഡ് ഗ്രൂപ്പായിട്ട് അംഗീകരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള A ഗ്രൂപ്പ് B ഗ്രൂപ്പിന്റെ കൂടെ RH കൂടെ ഉള്ളവരെ ഉൾപ്പെടുത്തും. അതായത് RH ഉള്ളവരെ A പോസിറ്റീവ് എന്നും അല്ലെങ്കിൽ B പോസിറ്റീവ് അല്ലെങ്കിൽ AB പോസിറ്റീവ് അല്ലെങ്കിൽ O പോസിറ്റീവ് എന്ന് വിളിക്കും. ഇല്ലാത്തവരെന്ത് ചെയ്യും, A നെഗറ്റീവ് B നെഗറ്റീവ് AB നെഗറ്റീവ് O നെഗറ്റീവ് എന്ന് കാറ്റഗറൈസ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു RH-ന്റെ ഗ്രൂപ്പിംഗ് സിസ്റ്റം പോകുന്നത്. അപ്പൊ RH ഉള്ളവർക്കുള്ള ആന്റിജൻ ആണ് ഏത്, ഡി ആന്റിജൻ. ക്യാപിറ്റൽ ലെറ്റർ D ആണ്. അപ്പൊ ഡി ആന്റിജൻ ആണ് നമ്മൾ RH-നെ സൂചിപ്പിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പൊ RH എന്ന് പറഞ്ഞാൽ എന്താണ്, DH റെഡ് ബ്ലഡ് സെൽസിനകത്ത് ഡി ആന്റിജൻ ഉള്ളവരാണ് RH ഉള്ളവർ. ഡി ആന്റിജൻ ഇല്ലാത്തവരെന്താവും, RH ഇല്ലാത്തവരെന്ന് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മുടെ ABO സിസ്റ്റം അല്ലെങ്കിൽ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു A ആന്റിജൻ ഉള്ളവർക്ക് ഏത് ആന്റി ആയിരിക്കും ഉള്ളത്, ആന്റി B ആയിരിക്കും ഉള്ളത്. അതായത് A ഉണ്ട്, ഇനി B കയറണ്ട, അതുകൊണ്ട് B യെ പ്രതിരോധിക്കുന്ന ആര് കാണും, ആന്റി B കാണും. അതുപോലെ B ഉള്ളവർക്ക് ആരായിരിക്കും, ആന്റി A ആയിരിക്കും ഉള്ളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഡി ആന്റിജന്റെ കാര്യം വെച്ച് അല്ലെങ്കിൽ നമ്മുടെ RH ഫാക്ടറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡി ഇല്ലാത്തവർക്ക്, അതായത് ഡി ആന്റിജൻ ഇല്ലാത്ത ആൾക്കാർക്ക് ആന്റി ഡി ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഡി ഇല്ലെങ്കിൽ ഡി ഇല്ല, ആന്റി ഡിയും ഇല്ല, ഡിയും ഇല്ല, ആന്റി ഡിയും ഇല്ല. അങ്ങനെ ആയിരിക്കും ഈ ഒരു RH-ന്റെ കാര്യം അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണ് ഈ ആന്റിബോഡി ഡി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ഈ ഡി ആന്റിജനുമായിട്ട് എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ ബോഡിക്കകത്തേക്ക് ഈ RH ഫാക്ടർ കയറിക്കഴിഞ്ഞാൽ ബോഡി ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാക്കാൻ തുടങ്ങും, ആന്റി ഡി ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ മാത്രമാണ് ഈ പറയുന്ന ഡി ആന്റിജൻ വർക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഡി ആന്റിജൻ, അതായത് ഇപ്പോൾ ഡി ആന്റിജൻ ഇല്ലാത്തവർ, അതായത് നെഗറ്റീവ് ഗ്രൂപ്പ് ആണല്ലോ. ഇപ്പൊ എന്റെ ബോഡിയിൽ എന്താണ് A നെഗറ്റീവ്, ഞാൻ A നെഗറ്റീവ് ആണെന്ന് വെക്കാം. അപ്പൊ എന്ത് സംഭവിക്കും, എന്റെ ബോഡിയിൽ ഡി ഇല്ലല്ലോ, പക്ഷെ ബോഡി ഓട്ടോമാറ്റിക്കലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല, ആന്റി ഡി പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ ഈ ഒരു ഡി ആന്റിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്മ്യൂണോജെനിക് ആണ്. അതായത് ഇൻഡിവിജ്വൽസിനകത്ത് എക്സ്പോസ് ചെയ്യുന്ന, അതായത് ആന്റിജനുമായിട്ട് എക്സ്പോസ് ചെയ്താൽ മാത്രമേ ആന്റിബോഡി എന്ത് ചെയ്യുള്ളൂ, പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഉണ്ടായി വരുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു RH ആന്റിജൻ അല്ലെങ്കിൽ ഡി ആന്റിജന്റെ വർക്കിംഗ് നടക്കുന്നത്. ഇനി RH ആന്റിജൻ എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ റെഡ് RBCയുടെ മെംബ്രെയിന് ചുറ്റും കാണുന്ന ഒരു പ്രോട്ടീൻ ആണ്. ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും, ഇതാണ് നമ്മളുടെ RBC.
അതിന് പുറമേ ആയിട്ട് കാണുന്ന പ്രോട്ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? RH ഫാക്ടർ അല്ലെങ്കിൽ ഡി ആന്റിജൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് ഉള്ളവരെന്താവും? RH പോസിറ്റീവ് ആവും, ഇല്ലാത്തവരെന്താവും? RH നെഗറ്റീവ് ആവും. സിമ്പിൾ. ഇനി ഈ RH ആന്റിജൻ എന്ന് പറഞ്ഞാൽ ഒരു സോല്യുബിൾ ഫോമിൽ കാണാത്ത ആൾക്കാരാണ്. അത് നല്ല കട്ടിയായിട്ട് ഈ RBCയുടെ പുറത്ത് മാത്രം പറ്റിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇത് വേറൊരു ബോഡി ഫ്ലൂയിഡ്സിനകത്ത് നമുക്ക് എന്തറിയാൻ പറ്റില്ല? RH ആന്റിജൻ ഇല്ലാത്തത്, അതായത് പ്രസന്റ് സോല്യുബിൾ ഫോമിൽ ഇല്ലാത്തത് കൊണ്ട് കാണാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ABO ആന്റിജൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ്സിലും ല്യൂക്കോസൈറ്റ്സിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ RH ആന്റിജന് നമുക്ക് അങ്ങനെയൊന്നും കാണാനായിട്ട് പറ്റില്ല. RBCയിൽ മാത്രമേ ആര് കാണുള്ളൂ? ഉണ്ടെങ്കിൽ RH ഫാക്ടർ അല്ലെങ്കിൽ ഡി ആന്റിജൻ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇനി RH ആന്റിജനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടന്റ് ആയിട്ടുള്ള ആന്റിജൻ ആണ്. 50% എങ്ങനെയായിരിക്കും? ഒരു എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ RH ആന്റിബോഡി ഫോം ചെയ്യത്തുള്ളൂ. ഇനി ഇന്ത്യൻ പോപ്പുലേഷന്റെ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ 92 to 95% RH പോസിറ്റീവ് ഉള്ള ഗ്രൂപ്പ്സിലായിരിക്കും വരുന്നത്. ബ്ലഡ് ഗ്രൂപ്പ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവിലായിരിക്കും. 92 തൊട്ട് 95% വരെയുള്ള ആൾക്കാർ വരുന്നത്. ഇനി അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ RH-മായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടീഷൻ അറൈസ് ചെയ്യുന്നത് കൂടുതലും ചൈൽഡ് ബെയറിംഗ് ഏജിലുള്ള ഫീമെയിൽസ് ആയിരിക്കും. നിങ്ങളിത് കേട്ടിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് RH-മായിട്ട് വരുന്നത് കൊണ്ട് എടുത്ത് പറയുന്നു എന്ന് മാത്രം. അതായത് ഇപ്പോൾ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള അമ്മയ്ക്ക് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള കുഞ്ഞുണ്ടായി. ഫസ്റ്റ് കുഞ്ഞുണ്ടാകുമ്പോൾ എന്ത് പറ്റും? ആ കുഞ്ഞിന്റെ ബോഡിയിൽ നിന്നുള്ള പോസിറ്റീവ് ബ്ലഡ് എങ്ങോട്ടേക്ക് വരും? അംബിലിക്കൽ കോഡ് വഴി അമ്മയുടെ ശരീരത്തേക്കും വരും. അപ്പൊ ആദ്യത്തെ കുഞ്ഞിനെ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പ്രസവിക്കാൻ പറ്റും. പക്ഷേ ആ സമയത്ത് എന്താ സംഭവിച്ചത്? അമ്മയുടെ ബോഡിയിലേക്ക് ഒരു പോസിറ്റീവ് ഡി ആന്റിജന്റെ എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ആ അമ്മ രണ്ടാമത് ഗർഭം ധരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആന്റി ഡി, അതായത് ആ ഡി, അമ്മയുടെ ശരീരത്തിൽ ഇല്ലാതിരുന്ന ആൾക്കാരാണല്ലോ ഡി ആന്റിജൻ. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ആന്റി ഡി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞിന് ഡെത്ത് വരെ സംഭവിക്കാം. ആ കണ്ടീഷനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അമ്മ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രഗ്നൻസി ഒക്കെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുക, എന്താണ്, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആണ്, അതല്ലെങ്കിലും ടെസ്റ്റ് ചെയ്യും എങ്കിലും പറയുകയാണ്, എങ്കിലും പറഞ്ഞു കൊടുക്കുക ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആണ്, എൻ്റെ ആദ്യത്തെ കുഞ്ഞ് പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്യുക? രണ്ടാമത്തെ പ്രസവത്തിൽ വരുമ്പോൾ എനിക്ക് ആന്റി ഡി എടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. ഓക്കെ. അപ്പൊ RH പോസിറ്റീവ് ബേബിയെ RH നെഗറ്റീവ് ഉള്ള അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആന്റി ഡി എടുക്കുക. അതായത് ഡി ആന്റിജനെതിരെയായിട്ട് ആന്റി ഡി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് RH ആന്റിബോഡീസിനെ പറ്റിയിട്ടാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു RH ആന്റിബോഡീസ് എപ്പോഴേ ഉണ്ടാവുള്ളൂ? നമുക്ക് എപ്പോഴാണോ ഡി ആന്റിജനുമായിട്ട് എക്സ്പോഷർ കിട്ടുന്നത് അപ്പോൾ മാത്രമേ RH ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. ഇനി എല്ലാ RH ആന്റിബോഡീസിന്റെ കാര്യം നോക്കുകയാൽ എങ്ങനെയാണ്? ഇമ്മ്യൂൺ നേച്ചർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമ്മ്യൂണൈസിങ് ഇവന്റിന് ശേഷം, അതായത് എപ്പോഴാണോ നമുക്ക് ആ ഒരു ആന്റിജൻ ഡി എക്സ്പോഷർ കിട്ടുന്നത് അപ്പോൾ എന്ത് പറ്റും? നമ്മളുടെ ബോഡിയിൽ ഒരു ആന്റിജൻ ഡി വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആന്റി ഡി എടുക്കുക. പറഞ്ഞല്ലോ, ഫസ്റ്റ് അമ്മയുടെ കാര്യം പറഞ്ഞിരുന്നു. ആ ഒരു കണ്ടീഷനാണ് കൂടുതലും നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള അമ്മയ്ക്ക് ഫസ്റ്റ് ബേബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അമ്മയുടെ ബോഡിയിൽ എന്ത് പറ്റി? ആ കുഞ്ഞിന്റെ പോസിറ്റീവ് ബ്ലഡുമായിട്ട് അല്ലെങ്കിൽ ബ്ലഡിന്റെ എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ബേബി ആകുമ്പോൾ ആന്റി ഡി അല്ലെങ്കിൽ ഫസ്റ്റ് പ്രസവം കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ആന്റി ഡി വാക്സിൻ എടുക്കുക. വാക്സിൻ അല്ല, ആന്റി ഡി ഇമ്മ്യൂണൈസേഷൻ എടുക്കുക. അപ്പൊ ആ ഒരു ഇമ്മ്യൂണൈസേഷൻ ഇവന്റിന് ശേഷമാണ് ബോഡിയിൽ എന്ത് സംഭവിക്കുന്നത്? RH ആന്റിബോഡീസ് വരുന്നത്. ഓക്കെ. അപ്പൊ ഈ RH ആന്റിബോഡീസ് റിയാക്ട് ചെയ്യുന്നത് 37 ഡിഗ്രി സെൽഷ്യസിലാണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ആന്റി ഗ്ലോബിൻ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതിന്റെ റിയാക്ഷൻസ് എല്ലാം ഡിമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി റൂം ടെമ്പറേച്ചറിലൊന്നും ഇത് എന്ത് ചെയ്യത്തില്ല? ഡു നോട്ട് റിയാക്ട് ആണ് പറയുന്നത്. റൂം ടെമ്പറേച്ചറിൽ സാധാരണ റിയാക്ഷൻ ഒന്നും കാണിക്കത്തില്ല. ഇനി RH ആന്റിബോഡീസിന്റെ ഒരു നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ G നേച്ചറിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പ്ലാസന്റയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇത് എങ്ങനെയാണ് പ്ലാസന്റ ഇവിടെ വരുന്നത്? പറഞ്ഞു, ആന്റിബോഡീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് എക്സ്പോഷറിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞത്. ഫസ്റ്റ് ബേബിയിൽ നിന്നാണ് എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞത്, പിന്നെയാണ് നമുക്ക് ആന്റിബോഡീസ് ഒക്കെ വരുന്നത്. അപ്പൊ സെക്കൻഡ് ബേബി ഒക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ഈ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ G ഉള്ളത് കൊണ്ട് തന്നെ പ്ലസന്റ ക്രോസ് ചെയ്ത് പോകുമ്പോഴൊന്നും വേറെ പ്രശ്നം രണ്ടാമത്തെ ബേബിക്ക് വരുന്നില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ? ഡു നോട്ട് ഫിക്സ് കോംപ്ലിമെന്റ് ആൻഡ് കോസ് എക്സ്ട്രാ വാസ്കുലർ ഹീമോലിസിസ്. അപ്പോൾ എന്താണ്, കോംപ്ലിമെന്റ് കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ്, എക്സ്ട്രാ വാസ്കുലർ ഹീമോലിസിസ് ഒക്കെ വരാനുള്ള ചാൻസ് അവിടെ എന്താണ് കൂടുതലാണ്. ഇനി എല്ലാ ഇമ്പോർട്ടൻസും നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ Gയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞ എപ്പോഴൊക്കെയാണ്? ഹീമോലിറ്റിക് ഡിസീസ്
ഡിസീസ് ഓഫ് ന്യൂബോണിന് വരുന്ന ഹീമോലിറ്റിക് ഡിസീസിനും അതുപോലെ തന്നെ ഈ HTRs, അതായത് നമ്മുടെ ഹീമോലിറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, നമ്മളിപ്പോൾ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്ക് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് കയറി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഉറപ്പായിട്ടും അവിടെ RH ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് RH വരുമ്പോൾ ഉറപ്പായിട്ടും റിയാക്ഷൻസ് ഒക്കെ വരും. അപ്പൊ ഡിലേഡ് HTRനൊക്കെ ഈ പറയുന്ന RH ആന്റിബോഡീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നമുക്ക് ഈ RH എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, ടെസ്റ്റ് ആണ് പറയുന്നത്, RHന്റെ ടെസ്റ്റ് ആണ് പറയുന്നത്. അപ്പൊ നോർമൽ ടെസ്റ്റ് ഓഫ് RH എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ RH-D അല്ലെങ്കിൽ ആന്റിജൻ D ഉണ്ടോ എന്ന് നോക്കുക. ആന്റിജൻ D ഉണ്ടോ എന്ന് നോക്കിയിട്ട് ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് പറയുക. അപ്പൊ റിസൾട്ട് എങ്ങനെ കിട്ടും? RH ഉള്ളവര് RH പോസിറ്റീവ് ആവും, RH ഇല്ലാത്തവരെന്താവും? RH നെഗറ്റീവും ആവും. അപ്പൊ RH പോസിറ്റീവ് അല്ലെങ്കിൽ RH ഉള്ളവരെല്ലാം പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലേക്കും പോവും, RH ഇല്ലാത്തവരെല്ലാം നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലേക്കും പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ RH ടൈപ്പിംഗിൽ വരുമ്പം നമ്മൾ സീറം എന്ത് ചെയ്യുക? ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഹൈ പ്രോട്ടീൻ സൊല്യൂഷൻസിലിട്ട് സീറം ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഒരു നെഗറ്റീവ് കൺട്രോൾ വേണം അവിടെ കൊടുക്കാനായിട്ട്. വേറെ ഒരു ചേഞ്ചിലോട്ടും പോകാൻ പാടില്ല. സോ നെഗറ്റീവ് കൺട്രോളിൽ വേണം ഈ പറയുന്ന RH ടൈപ്പിംഗ് സീറം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രോട്ടീൻ സൊല്യൂഷനിലിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന മോണോക്ലോണൽ ആന്റി ഡി സീറ, അതായത് ആന്റി ഡിയുമായിട്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അവിടെ ഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നേ. അപ്പൊ ഈ മോണോക്ലോണൽ ആന്റി ഡി എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് മാനുഫാക്ചേഴ്സ് ലേബൽ D1 എന്നും D2 എന്നും എടുത്തിട്ട് രണ്ട് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറെന്റ് മാനുഫാക്ചറിലിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ടെസ്റ്റ് കൺഫേം ചെയ്യേണ്ടത്. എല്ലാ നെഗറ്റീവും ഒരിക്കലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് കിട്ടിയാൽ വീണ്ടും എന്ത് ചെയ്യുക? ടെസ്റ്റ് ആവർത്തിച്ച് ഒന്നുകൂടി നെഗറ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ എല്ലാ RH നെഗറ്റീവും കൺഫേം ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ടെസ്റ്റിംഗിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡസ് ദ പ്രസൻസ് ഓഫ് ആബ്സെൻസ് ഓഫ് ദി ഡി ആന്റിജൻ ഓൺ റെഡ് ബ്ലഡ് സെൽസ് ഡിറ്റർമിൻ? RH ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നമുക്ക് അത് എന്താണ് ഡിറ്റർമൈൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്? ഓപ്ഷൻ എ ABO ബ്ലഡ് ഗ്രൂപ്പ്, ഓപ്ഷൻ ബി RH ബ്ലഡ് ഗ്രൂപ്പ്, ഓപ്ഷൻ സി KEL ബ്ലഡ് ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി MNS ബ്ലഡ് ഗ്രൂപ്പ്. എന്ത് സഹായിക്കും? ഓപ്ഷൻ ബി RH ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ സഹായിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദി ആന്റിബോഡി ടു ദി ഡി ആന്റിജൻ പ്രൊഡ്യൂസ്ഡ്? എങ്ങനെയാണ് ഡി ആന്റിജൻ അഗെയിൻസ്റ്റ് ആയിട്ട് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ naturally like in the ABO system, option B only after exposure to the D antigen, option C through vaccination, ഓപ്ഷൻ ഡി ത്രൂ എക്സ്പോഷർ ടു എൻവയോൺമെന്റൽ ആന്റിജൻസ്. അപ്പോൾ എങ്ങനെയാണ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു എന്താണ്? ഇമ്മ്യൂണൈസേഷൻ വഴിയാണെന്ന് പറഞ്ഞു. ഇമ്മ്യൂണൈസേഷനും വാക്സിനേഷനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്ന എപ്പോഴാണ്? നമുക്ക് എപ്പോഴാണോ ഈ ആന്റിജനുമായിട്ടൊരു എക്സ്പോഷർ കിട്ടുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒൺലി ആഫ്റ്റർ എക്സ്പോഷർ ടു ഡി ആന്റിജൻ. ഡി ആന്റിജനുമായിട്ട് എക്സ്പോഷർ കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഡി ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് മേക്സ് ദ ആന്റിജൻ വെരി ഇമ്മ്യൂണോജനിക്? ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡി ആന്റിജനെ ഇമ്മ്യൂണോജനിക് ആക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ ഇൻഡിവിജ്വൽസ് എക്സ്പോസ്ഡ് ഇറ്റ് വിൽ വെരി ലൈക്ലി മേക്ക് ആൻ ആന്റിബോഡി ടു ഇറ്റ്. ഓപ്ഷൻ ബി it is present in body fluids. Option C it is found on all blood cells including platelets and leukocytes. ഓപ്ഷൻ ഡി ഇറ്റ് ക്യാൻ ബി എക്സ്ക്രീറ്റഡ് ഇൻ സോല്യൂബിൾ ഫോം. അപ്പൊ ഏത് ക്യാരക്ടർ ആണ് ഡി ആന്റിജനെ ഇമ്മ്യൂണോജനിക് ആക്കുന്നത്? ഓപ്ഷൻ എ ആണ്. ഇൻഡിവിജ്വൽസ് എക്സ്പോസ്ഡ് ടു ഇറ്റ് വിൽ വെരി ലൈക്ലി മേക്ക് ആൻ ആന്റിബോഡി ടു ഇറ്റ്. അത് നോർമലി നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവാറില്ല. എപ്പോഴെങ്കിലും എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആന്റിബോഡി പ്രൊഡ്യൂസ് ആകത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ആർ RH ആന്റിജൻ ലൊക്കേറ്റഡ്? എവിടെയാണ് RH ആന്റിജൻ? ഇനി ക്വസ്റ്റ്യൻസിൽ RH ആന്റിജൻ തന്നെ ചോദിക്കണം എന്നില്ല. RH ആന്റിജൻ, RH ഫാക്ടർ, റീസസ് ഫാക്ടർ, ഡി ആന്റിജൻ, അതുപോലെ ആന്റിജൻ ഡി, ഇങ്ങനെയൊക്കെ നമുക്ക് ഈ RH ആന്റിജനെ പറ്റിയിട്ട് വരാം. ഓക്കെ, ഇതെല്ലാം ഇതിന്റെ പേര് തന്നെയാണ്. സോ RH ആന്റിജൻ എന്ന് മാത്രം പഠിച്ചു വയ്ക്കാതെ ഞാൻ ഈ പറഞ്ഞ പേരുകൾ കൂടി നോട്ട് ചെയ്തോളുക. അപ്പൊ RH ആന്റിജൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഓൺ ഓൾ ബ്ലഡ് സെൽസ്. ഓപ്ഷൻ ബി ഓൺ പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ല്യൂക്കോസൈറ്റ്സ്. ഓപ്ഷൻ സി ഒൺലി ഓൺ റെഡ് ബ്ലഡ് സെൽസ്. ഓപ്ഷൻ ഡി ഇൻ സോല്യൂബിൾ ഫോം ഇൻ ബോഡി ഫ്ലൂയിഡ്സ്. എവിടെ കാണുള്ളൂ? RBCയുടെ മെംബ്രെയിൻ, RBCയിൽ മാത്രം കാണുന്ന ആളാണ് ആര്? ഈ പറയുന്ന RH ഫാക്ടർ അല്ലെങ്കിൽ റീസസ് ഫാക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പെർസെന്റേജ് ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ ഈസ് RH പോസിറ്റീവ്? പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഇന്ത്യൻ പോപ്പുലേഷൻ എത്ര പെർസെന്റേജ് ഉണ്ട്? ഓപ്ഷൻ എ 50 to 60, ഓപ്ഷൻ ബി 70 to 80, ഓപ്ഷൻ സി 90 to 95, ഓപ്ഷൻ ഡി 98 to 100. എത്രയാ? ഓപ്ഷൻ സി ആണ്. 92 to 95% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷനും പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ RH പോസിറ്റീവ് ആയവരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ദി RH ഡി അല്ലെങ്കിൽ RH ആന്റിജൻ
particularly important in females of childbearing age. എന്തുകൊണ്ടാണ് RH ആന്റിജൻ ചൈൽഡ് ബെയറിംഗ് ഏജിലുള്ള ഫീമെയിൽസിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം? Option A determines the ABO blood group. Option B, anti-D antibodies can cross the placenta and destroy Rh-D positive fetal cells. Option C, it affect platelet function. Option D, it is found in body fluids and affect pregnancy. അപ്പോൾ എന്തുകൊണ്ട് RH ആന്റിജൻ അല്ലെങ്കിൽ ഡി ആന്റിജൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഇതിന്റെ ഡി ആന്റിബോഡീസിന്റെ എക്സ്പോഷർ കിട്ടിക്കഴിയുമ്പോൾ ഈ ഡി ആന്റിബോഡീസിന് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാസന്റയ്ക്ക് അകത്തൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? കുഞ്ഞുങ്ങൾക്ക് അത് ദോഷമായിട്ട് മാറും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആന്റി-ഡി ആന്റിബോഡീസ് ക്യാൻ അക്രോസ് ദി പ്ലാസന്റ ആൻഡ് ഡിസ്ട്രോയ് Rh-D പോസിറ്റീവ് ഫീറ്റൽ സെൽസ്. അപ്പൊ ഈ RH ആന്റിബോഡീസ് എന്തുകൊണ്ട് അങ്ങനെ പോവാൻ റീസൺ? അത് ഇമ്മ്യൂണോഗ്ലോബുലിൻ G നേച്ചർ ആയതുകൊണ്ടാണ് പ്ലാസന്റയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. Next question, what is the preventive measure for Rh negative woman after the birth of an Rh positive baby? ഇപ്പോൾ ഫസ്റ്റ് ബേബി RH പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ RH നെഗറ്റീവ് ആയിട്ടുള്ള വുമൺ എന്ത് പ്രിവെന്റീവ് മെഷറാണ് എടുക്കേണ്ടത്? ഓപ്ഷൻ എ വാക്സിനേഷൻ അഗെയിൻസ്റ്റ് Rh-D ആന്റിജൻ. ഓപ്ഷൻ ഡി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓപ്ഷൻ സി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആന്റി-D ഇഞ്ചെക്ഷൻ. ഓപ്ഷൻ ഡി അഡ്മിനിസ്ട്രേഷൻ ഓഫ് Rh പോസിറ്റീവ് ബ്ലഡ് സെൽസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിനേഷൻ എന്ന് എഴുതി വെക്കരുത്, ഇമ്മ്യൂണൈസേഷൻ ആണ്. അല്ലെങ്കിൽ എന്ത് കൊടുക്കുക? അപ്പോൾ വാക്സിനേഷൻ എന്ന് കണ്ടുടനെ അത് ചാടിക്കയറി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? ആന്റി-D ഇഞ്ചെക്ഷൻ വേണം എടുക്കാൻ. ഓപ്ഷൻ സി ആണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആന്റി-D ഇഞ്ചെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ആർ Rh ആന്റിബോഡീസ് ജനറലി ഡെവലപ്ഡ്? എങ്ങനെയാണ് Rh ആന്റിബോഡീസ് ജനറലി ഡെവലപ്പ് ചെയ്യുന്നത്? ഓപ്ഷൻ എ നോർമലി വിത്തൗട്ട് എനി എക്സ്പോഷർ. Option B, through exposure to environmental antigens. Option C, through vaccination. Option D, after an immunizing event. അപ്പോൾ എങ്ങനെയാണ്? നമുക്കൊരു എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആന്റിജൻ ഡിയുടെ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ ചെയ്യുക. അപ്പോൾ ആ ഇമ്മ്യൂണൈസേഷൻ വഴി എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിൽ Rh ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്യും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Next question, at what temperature do Rh antibodies typically react and what test is required to demonstrate this reaction? ഏത് ടെമ്പറേച്ചറിലാണ് Rh ആന്റിബോഡീസ് റിയാക്ട് ചെയ്യുന്നതെന്നും അതുപോലെ ഏത് ടെസ്റ്റ് ആണ് അതിന് ആവശ്യം എന്നാണ്. ഓപ്ഷൻ എ 25 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സലൈൻ ടെസ്റ്റ്. ഓപ്ഷൻ ബി 37 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ആന്റി ഗ്ലോബുലിൻ ടെസ്റ്റ്. ഓപ്ഷൻ സി റൂം ടെമ്പറേച്ചർ ആൻഡ് സലൈൻ ടെസ്റ്റ്. ഓപ്ഷൻ ഡി 50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ആന്റി ഗ്ലോബിൻ ടെസ്റ്റ്. ഏതാ ചെയ്യേണ്ടേ? 37 ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ റിയാക്ട് ചെയ്യുന്ന ടെമ്പറേച്ചറും അതുപോലെ അതിന്റെ ടെസ്റ്റ് ഏതാണ്? ആന്റി ഗ്ലോബുലിൻ ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് മോസ്റ്റ് Rh ആന്റിബോഡീസ് ആൻഡ് വാട്ട് ഇംപ്ലിക്കേഷൻ ഡസ് ദിസ് ഹാവ് ഫോർ പ്രഗ്നൻസി? എന്ത് നേച്ചറാണ് ഈ പറയുന്ന Rh ആന്റിബോഡീസ് എന്നും അതുപോലെ അതിന്റെ ഇംപ്ലിക്കേഷൻ എങ്ങനെയെന്നാണ്. ഓപ്ഷൻ എ immunoglobulin M, they cannot cross the placenta. Option B, immunoglobulin A, that can cross placenta. Option C, immunoglobulin G and cross the placenta. Option D, immunoglobulin E, they cannot cross the placenta. Option C ആണ് ആൻസർ. immunoglobulin G നേച്ചർ ആണ്, പ്ലാസന്റയിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും? ക്രോസ് ചെയ്ത് പോവാനും പറ്റും. Next question, which clinical conditions are all Rh antibodies important in? ഏതൊക്കെ ക്ലിനിക്കൽ കണ്ടീഷനിലാണ് Rh ആന്റിബോഡീസ് ഇമ്പോർട്ടൻ്റ് എന്നാണ്. ഓപ്ഷൻ എ ഹൈപ്പർടെൻഷൻ ആൻഡ് ഡയബറ്റീസ്. ഓപ്ഷൻ ബി HDN, ഹീമോലിറ്റിക് ഡിസീസ് ഓഫ് ന്യൂ ബോൺ ആൻഡ് ഡിലേഡ് HTR, ഹീമോലിറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഓപ്ഷൻ സി അലർജീസ് ആൻഡ് ഇൻഫെക്ഷൻസ്. ഓപ്ഷൻ ഡി ക്യാൻസർ ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഏതിനാ ഇമ്പോർട്ടന്റ്? ഓപ്ഷൻ ബി HDN, ഹീമോലിറ്റിക് ഡിസീസ് ഓഫ് ന്യൂ ബോൺ, അതുപോലെ ഡിലേഡ് HTR, ഹീമോലിറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് നോർമൽ Rh ടൈപ്പിംഗ് ടിപ്പിക്കലി ഇൻക്ലൂഡ്? നോർമൽ Rh ടൈപ്പിംഗിൽ എന്താണ് ഇൻക്ലൂഡ്? ഓപ്ഷൻ എ ടൈപ്പിംഗ് ഓഫ് ഓൾ Rh ആന്റിജൻസ്. ഓപ്ഷൻ ബി ടൈപ്പിംഗ് ഓഫ് HLA ആന്റിജൻസ്. ടൈപ്പിംഗ് ഓഫ് ABO. ടൈപ്പിംഗ് ഫോർ Rh-D ആന്റിജൻ ഒള്ളി. എന്താണ് ടൈപ്പിംഗ് ഫോർ Rh-D ആന്റിജൻസ്? ഓക്കെ, Rh-D ആന്റിജൻ ആണ് നമ്മുടെ Rh ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ Rh-D ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് Rh ടൈപ്പിംഗിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. Next question, what characteristic of Rh antibodies generally makes them cause extravascular hemolysis? ഏത് ക്യാരക്ടർ ഓഫ് Rh ആന്റിബോഡീസ് ആണ് എക്സ്ട്രാവാസ്കുലർ ഹീമോലിസിന് കാരണമാകുന്നതെന്നാണ്. ഓപ്ഷൻ എ
they fix complement. Option B, they are present in high quantities. Option C, they do not fix complement. Option D, they react at room temperature. അപ്പോൾ RH ആന്റിബോഡീസിന് അവയുടെ കോംപ്ലിമെന്റിനെ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് എക്സ്ട്രാ വാസ്കുലർ ഹീമോളിസിസിനൊക്കെ കാരണമാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഓൾ RH ആന്റിബോഡീസ് ആർ ഇമ്മ്യൂൺ ഇൻ നേച്ചർ ഡെവലപ്ഡ് ആഫ്റ്റർ ആൻ ഇമ്മ്യൂണൈസിംഗ് ഇവന്റ്. RH ആന്റിബോഡീസ് ഇമ്മ്യൂൺ ആണ്, അതുപോലെ ഇമ്മ്യൂണൈസിംഗ് ഇവന്റിന് ശേഷമായിരിക്കും അത് ഡെവലപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, RH ആന്റിബോഡീസ് റിയാക്ട് അറ്റ് റൂം ടെമ്പറേച്ചർ ഇൻ സലൈൻ. അപ്പോൾ RH ആന്റിബോഡീസ് എപ്പോഴാണ് റിയാക്ട് ചെയ്യുന്നത്? 37 ഡിഗ്രി സെൽഷ്യസിലാണ് റിയാക്ട് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, മോസ്റ്റ് RH ആന്റിബോഡീസ് ആർ ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി ഇൻ നേച്ചർ ആൻഡ് ദെയർഫോർ ക്യാൻ ക്രോസ് ദി പ്ലാസെന്റ. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ എയും സിയും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സോ സ്റ്റേറ്റ്മെന്റ് ബി ആണ് ഇൻകറക്റ്റ്. എ ആൻഡ് ബി അല്ല, ബി ആൻഡ് സി അല്ല, ഒൺലി ബി ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, RH ആന്റിബോഡീസ് ആർ ഇമ്പോർട്ടന്റ് ഇൻ ഹീമോലിറ്റിക് ഡിസീസസ് ഓഫ് ദി ന്യൂ ബോൺ HDN ആൻഡ് ഡിലേഡ് ഹീമോലിറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, നോർമൽ RH ടൈപ്പിംഗ് ഇൻക്ലൂഡ്സ് ടൈപ്പിംഗ് ഓഫ് ഓൾ RH ആന്റിജൻ. എല്ലാ RH ആന്റിജനും ആണോ? ഇല്ല, ഡി ആന്റിജൻ മാത്രമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ RH ആന്റിജൻ മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ദ റിസൾട്ട് ഓഫ് RH ടൈപ്പിംഗ് ഡിറ്റർമൈൻസ് ദ RH സ്റ്റേറ്റസ് ഓഫ് ദ സെൽസ് വിച്ച് ക്യാൻ ബി എയ്തർ RH പോസിറ്റീവ് ഓർ RH നെഗറ്റീവ്. അപ്പോൾ RH ടൈപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ പോസിറ്റീവ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് കിട്ടും. അതിനെന്തെന്ന് വിളിക്കും? RH പോസിറ്റീവ് എന്നോ RH നെഗറ്റീവ് എന്നോ പറയും. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എയും സിയുമാണ് കിട്ടിയേക്കുന്നത്. എ ആൻഡ് ബി അല്ല, ബി ആൻഡ് സി അല്ല, ഓൾ ഓഫ് ദീസ് അല്ല, എ ആൻഡ് സി. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ ഈ ഒരു ABOയുടെ ടൈപ്പിംഗ് ആണ് പുതുതായിട്ട് നിങ്ങൾ കേൾക്കുന്ന കാര്യം. ബാക്കിയെല്ലാം നമുക്ക് കുഞ്ഞിലേ മുതലേ പഠിച്ച് കേട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊക്കെ തറവായിട്ട് വായിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടിയൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോവുക. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.